പഴയ ഉരുപ്പടികൾ, വിളക്കുകൾ, പാത്രങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ വാർപ്പുകൾ, ചെമ്പുകൾ, ഇതൊക്കെ തൂക്കി വിൽക്കാൻ ശ്രമിച്ചു, ലേലത്തിൽ വിൽക്കാൻ. അന്ന് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസുവിന് ഒരു കത്തയച്ചു, നിങ്ങളിത് ചെയ്യരുത്, ഇതൊക്കെ വലിയ മൂല്യമുള്ള പുരാവസ്തുക്കളാണ്, ഇപ്പോൾ ഈ കാലത്തൊന്നും കിട്ടാത്തതാണ്. എന്നിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അസംബ്ലി ഉന്നയിച്ചു. അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതിനെ ന്യായീകരിച്ചു. പക്ഷേ ശക്തമായ സമ്മർദ്ദം അന്ന് സഭയ്ക്കകത്തും പുറത്തും ഞാൻ നടത്തിയത് കൊണ്ടാണ് അന്ന് ഈ പുരാവസ്തുക്കളൊക്കെ വിറ്റഴിക്കാതിരുന്നത്. അതും ഇതും കൂടി ഞാൻ ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിലെ 30.8 കിലോ സ്വർണം മാർക്കറ്റ് വില 50 കോടിയേ ഉള്ളൂ. പക്ഷേ ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോയാൽ ഇതിന് വില 500 കോടിയിലധികമാകും. അവിടെയാണ് വൻകിട ഈ ആന്റിക് സ്മഗ്ലേഴ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചു, സുഭാഷ് കപൂർ എന്ന നൊട്ടോറിയസ് ആന്റിക് സ്മഗ്ലറിന്റെ പിന്നിലുണ്ടോ? അതുപോലെ സംശയിക്കപ്പെടാവുന്ന ധാരാളം ആളുകളുണ്ട്. അവരിലേക്കൊക്കെ അന്വേഷണം നീളേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതി ചോദിച്ച നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. പത്മകുമാർ മാത്രമല്ല, പത്മകുമാർ പറയുന്നത് എന്നോടൊപ്പമുള്ള മെമ്പർമാരുണ്ട്, എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പോൾ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഭരണതലത്തിൽ സ്വാധീനമുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷണം ഒഴിവാക്കി SIT കോടതിയുടെ നിരീക്ഷണത്തിലാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു.